കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള നല്ല രുചിയേറിയ ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോഗ്രാം ചിക്കനാണ്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ് കേട്ടോ, അതാണ് 2 പ്രാവശ്യം ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വരെ ഇഞ്ചിയുടെ പേസ്റ്റ്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചിക്കനിൽ നല്ലോണം പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് കൈവച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അരമണിക്കൂർ വരെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മസാല പുരട്ട ഉടനെ തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ചിട്ടുണ്ടാവും. ഈ ചിക്കൻ നമുക്ക് ആദ്യമൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് 5 അല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് വരെ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ എണ്ണയിലേക്ക് അങ്ങ് ഇളക്കി കൊടുക്കുക. നമ്മളിത് ചിക്കൻ ചേർത്ത ഉടനെ അടച്ചു വെക്കരുത്. ആദ്യം ഇതുപോലെ 2-3 മിനിറ്റ് ഈ നല്ല പോലെ ചൂടായ എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ ഒരുവിധം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ചധികം വെള്ളം കാണുന്നുണ്ടല്ലോ, ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഇനി ഇത് അടച്ചു വെക്കണ്ട, ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി നമുക്ക് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം കൂട്ടി കൊടുത്തോളൂ. ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ്റെ രുചി നല്ലോണം കൂടും. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് സമയം ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് വെള്ളം വറ്റി കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതേ ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറച്ച് സമയം കൂടി 2-3 മിനിറ്റ് കൂടി ഇതുപോലെ അങ്ങ് വരട്ടിയെടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. നിങ്ങൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലപോലെ വരട്ടിയെടുത്ത് ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 25 അല്ലെങ്കിൽ ഒരു 30 എണ്ണം വരെ ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ പോരാതെ തോന്നിയതുകൊണ്ട് ഞാനൊരു ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വറ്റൽമുളകും ഈ കുഞ്ഞുള്ളിയും കൂടി ഒരുമിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. കുഞ്ഞുള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റുക. ഇത് കണ്ടില്ലേ, കുഞ്ഞുള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഉടച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1/2 ടീസ്പൂൺ വരെ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ നല്ലപോലെ വഴറ്റുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇതില്ലെങ്കിലും രുചിയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചെറിയൊരു മധുരവും ആ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതും ചേർത്ത് ഒരു 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താലും മതിയാവും. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ചിക്കൻ ചേർത്തിട്ട് വീണ്ടും കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന സോസൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് പിടിച്ചിരിക്കുന്ന രീതിയിൽ 2 മിനിറ്റ് സമയം നല്ലപോലെ അങ്ങ് ഇളക്കിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. നല്ല പോലെ വരട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല രുചിയേറിയ ചിക്കൻ കൊണ്ടാട്ടം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയേറിയ ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നെയ്ച്ചോറിൻ്റെയും പരിപ്പ് കറിയുടെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ ഈ നാടൻ രീതിയിലുള്ള പരിപ്പ് കറിയും നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടവും ഭയങ്കരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഉച്ചക്കൊക്കെ കഴിച്ചാൽ മതിയാവില്ല, അത്രയും രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കാം. പരിപ്പ് കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. താങ്ക്